നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ NRI അക്കൗണ്ടിൽ ഒരു ഉദാഹരണത്തിന് 30 ലക്ഷം രൂപ ഉണ്ടെന്ന് കരുതുക. ഈ പണം നിങ്ങൾ എപ്പോഴെങ്കിലും ഫിസിക്കലായി നേരിട്ട് കണ്ടിട്ടുണ്ടോ? ബാങ്കിലെ ആപ്പിലെ ഡിജിറ്റൽ അക്കൗണ്ടുകളായോ SMS നോട്ടിഫിക്കേഷനായോ ഒക്കെ നിങ്ങളിത് കണ്ടിട്ടുണ്ടാവാം. പക്ഷേ ആ 30 ലക്ഷം രൂപ നോട്ടുകെട്ടുകളായി ബാങ്കിന്റെ ഏതെങ്കിലും ഒരു നിലവറയിൽ നിങ്ങളുടെ പേരിൽ പ്രത്യേകം മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന നിമിഷം അക്കൗണ്ടിംഗ് പ്രകാരം ആ പണം ബാങ്കിന്റെ ബാധ്യതയായി, ലയബിലിറ്റിയായി മാറുകയാണ് ചെയ്യുന്നത്. പകരം ബാങ്ക് നിങ്ങൾക്ക് നൽകുന്നത് ആവശ്യമുള്ളപ്പോൾ ഈ പണം തിരികെ നൽകാമെന്നൊരു ഡിജിറ്റൽ വാഗ്ദാനം മാത്രമാണ്. ഈ പണം ബാങ്ക് എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. RBI നിയമപ്രകാരം ബാങ്കുകൾ വെറും 22.5% മാത്രമാണ് റിസർവുകളായി സൂക്ഷിക്കുന്നത്. അതായത് TRR 4.5% പ്ലസ് SLR 18%. ബാക്കി വരുന്ന ഏതാണ്ട് 78% പണവും അവർ പലിശ അടിസ്ഥാനത്തിലുള്ള വായ്പകൾക്കായി വിപണിയിലേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരുപക്ഷെ 6% പലിശ തരുമ്പോൾ ബാങ്ക് അതേ പണം 12-15% പലിശയ്ക്ക് മറ്റൊരാൾക്ക് കടം കൊടുക്കുന്നു. ഈ വ്യത്യാസമാണ് പരമ്പരാഗത ബാങ്കുകളുടെ പ്രധാന ലാഭം. ഇവിടെ നമ്മൾ ഒരു കടുത്ത യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം. ലോകത്തുള്ള എല്ലാ നിക്ഷേപകരും ഒരേ ദിവസം ബാങ്കിൽ ചെന്ന് പണം മുഴുവൻ തിരികെ ചോദിച്ചാൽ ഒരു ബാങ്കിനും അത് നൽകാൻ കഴിയില്ല. ഇത് വെറുമൊരു തിയറി പറയുകയല്ല. 2023 അമേരിക്കയിലെ സിലിക്കൺ വാലി ബാങ്കും മുൻപ് ഇന്ത്യയിലെ യെസ് ബാങ്കും തകർന്നത് ഇതേ പ്രതിഭാസം കൊണ്ടാണ്. മറ്റൊരു ഔദ്യോഗിക സത്യം കൂടി ഞാൻ പറയാം. ഇന്ത്യയിൽ DICGC ഇൻഷുറൻസ് പരിധി പ്രകാരം ഒരു ബാങ്ക് തകർന്നാൽ ഒരു നിക്ഷേപകന് പരമാവധി ലഭിക്കുന്നത് 5 ലക്ഷം രൂപ മാത്രമാണ്. അതായത് നിങ്ങളുടെ NRI അക്കൗണ്ടിലെ 30 ലക്ഷം രൂപയിൽ വെറും 5 ലക്ഷം രൂപ മാത്രമാണ് സുരക്ഷിതം. ബാക്കി 25 ലക്ഷവും അൺസെക്യൂർഡ് ക്രെഡിറ്റർ പൊസിഷനിലാണ് വരുന്നത്. ലോക്കറിലെ സ്വർണത്തിന്റെ കാര്യമല്ല നമ്മൾ പറയുന്നത്, അത് നിങ്ങളുടെ സ്വന്തം ആസ്തിയാണ്. നമ്മൾ സംസാരിക്കുന്നത് സേവിങ്സ് അക്കൗണ്ട്, NRI ഡിപ്പോസിറ്റ്, FD എന്നിവയെക്കുറിച്ചാണ്. ഇത്രയും കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചോദ്യം വരാം. സലീം, ഈ സിസ്റ്റത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? വ്യക്തിപരമായ എൻ്റെ വിശ്വാസപ്രകാരം ഇസ്ലാമിക മൂല്യങ്ങളിൽ ഊന്നിയാണ് ഞാൻ എപ്പോഴും സംസാരിക്കാറുള്ളത്. ഇസ്ലാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വ്യക്തമാക്കിയതാണ് പലിശ അഥവാ റിബ. അത് കർശനമായി നിരോധിക്കപ്പെട്ട ഒന്നാണ്. പണത്തിനുമേൽ പണം ഉണ്ടാക്കുന്ന ഈ പലിശ വ്യവസ്ഥ ഇൻഹെറിറ്റൻലി അൺസ്റ്റേബിൾ ആണ്. അത് വിപണിയിൽ വലിയ സാമ്പത്തിക ചൂഷണങ്ങൾക്ക് കാരണമാകുന്നു. ഇതൊരു മതപരമായ വിശ്വാസം മാത്രമല്ല, ഇതിനു പിന്നിൽ വലിയൊരു പ്രാക്ടിക്കൽ വിസ്ഡം കൂടിയുണ്ട്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയും ലോകത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന ബാങ്ക് പരാജയങ്ങളും ഈ സിസ്റ്റത്തിന്റെ തകരാറുകൾക്ക് തെളിവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസത്തിലുള്ളവർക്കും ചിന്തിക്കാവുന്ന ഒരു സാമ്പത്തിക വശമാണിത്. അതുകൊണ്ടാണ് പ്രവാസിത്വത്തിൽ നമ്മൾ റിയൽ അസറ്റ് ബിൽഡിംഗ് എന്ന ഫിലോസഫിക്ക് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത്. പലിശക്കടങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി നിങ്ങളുടെ അറിവിലും വാല്യൂ ക്രിയേഷൻ എന്ന വിപണിയിലെ മൂല്യത്തിലും അധിഷ്ഠിതമായ ബിസിനസ്സുകൾ പടുത്തുയർത്താൻ നമ്മൾ പഠിക്കുന്നത് ഇതിനാലാണ്. ഈ പലിശ അധിഷ്ഠിത സിസ്റ്റം എങ്ങനെയാണ് ഇന്നത്തെ ആഗോള വ്യവസ്ഥയായി മാറിയത്? ഈ കഥ തുടങ്ങുന്നത് 400 വർഷങ്ങൾക്ക് മുമ്പുള്ള ലണ്ടനിലാണ്. 1600കളിലെ ലണ്ടൻ യുദ്ധങ്ങളും കവർച്ചകളും പതിവായിരുന്ന ആ കാലത്ത് ധനികർക്ക് വലിയൊരു തലവേദന ഉണ്ടായിരുന്നു: സ്വർണം വീട്ടിൽ സൂക്ഷിക്കാനുള്ള ഭയം. അന്ന് ലണ്ടനിലുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാർക്ക്, ഗോൾഡ് സ്മിത്തിന് സ്വന്തം ബിസിനസ്സിനായി നല്ല സുരക്ഷയുള്ള വലിയ നിലവറകൾ ഉണ്ടായിരുന്നു. ധനികരായ ആളുകൾ തങ്ങളുടെ സ്വർണം ഈ സ്വർണ്ണപ്പണിക്കാരുടെ നിലവറകളിൽ ഏൽപ്പിക്കാൻ തുടങ്ങി. സ്വർണ്ണപ്പണിക്കാർ ഇതിനു പകരമായി ഒരു പേപ്പർ രസീത് നൽകി. അത് കാണിക്കുന്ന ആൾക്ക് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന സ്വർണം തിരികെ നൽകുമെന്ന് ഒപ്പിട്ട രസീതുകൾ. നാണയങ്ങൾക്ക് പകരം പേപ്പർ രസീതുകൾ ഉപയോഗിക്കുന്ന രീതി അവിടെയാണ് വ്യാപകമാവുന്നത്. ഈ ബിസിനസ് മുന്നോട്ട് പോയപ്പോൾ സ്വർണ്ണപ്പണിക്കാർ ഒരു കാര്യം ശ്രദ്ധിച്ചു: സ്വർണം നിക്ഷേപിച്ചവർ അത് പെട്ടെന്നൊന്നും തിരികെ എടുക്കാൻ വരുന്നില്ല. പകരം അവർ ആ പേപ്പർ രസീതുകൾ പരസ്പരം കൈമാറി വിപണിയിൽ കച്ചവടം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്വർണം ചുമന്നുകൊണ്ട് പോകുന്നതിനേക്കാൾ എളുപ്പം ആ പേപ്പർ ആയിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം: നിലവറയിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടെങ്കിൽ ഒരേ സമയം പരമാവധി 100 സ്വർണ്ണ നാണയങ്ങൾ ചോദിച്ചു മാത്രമേ ആളുകൾ വരുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി 90% അവിടെ വെറുതെ ഇരിക്കുകയാണ്. അന്ന് വിപണിയിലെ ഈ ലൂപ്പ് ഹോൾ കണ്ടറിഞ്ഞ് അവരുടെ തലയിൽ ഉദിച്ച ഒരു ചിന്തയാണ് ഇന്നത്തെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ രൂപം മാറ്റിയത്. ഈ വെറുതെ ഇരിക്കുന്ന സ്വർണത്തിന്റെ പിൻബലത്തിൽ പുതിയ രസീതുകൾ കൂടി ഉണ്ടാക്കി ആളുകൾക്ക് കടം കൊടുത്താലോ? ഇതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം. നിലവറയിലുള്ളത് 1000 യഥാർത്ഥ സ്വർണ്ണനാണയങ്ങൾ മാത്രം. പക്ഷേ സ്വർണ്ണപ്പണിക്കാർ അതിന്റെ പേരിൽ ഇല്ലാത്ത സ്വർണത്തിന് 500 രസീതുകൾ കൂടി പുതിയതായി അച്ചടിച്ചു. എന്നിട്ട്
പണം ആവശ്യമുള്ളവർക്ക് അത് പലിശയ്ക്ക് ലോണായി നൽകി. കയ്യിലുള്ളത് ശരിക്കും സ്വർണത്തിന്റെ രസീതാണോ അതോ വായുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണോ എന്ന് തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒരു നിക്ഷേപവും ഇല്ലാതെ വായുവിൽ നിന്ന് പണം സൃഷ്ടിക്കുന്ന ഈ രീതിയാണ് പിൽക്കാലത്ത് ഇന്നത്തെ പരമ്പരാഗത ബാങ്കിംഗ് സിസ്റ്റത്തിന്റെ അടിത്തറയായി മാറിയത്. ഇംഗ്ലണ്ടിലെ വില്യം മൂന്നാമൻ രാജാവിന് യുദ്ധ ആവശ്യങ്ങൾക്കായി വലിയൊരു തുക ആവശ്യമായി വന്നപ്പോൾ രാജാവ് ഈ വിദ്യ ശ്രദ്ധിച്ചു. അങ്ങനെ 1694 ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്ഥാപിതമായി. രാജാവിന്റെ പൂർണ്ണ പിന്തുണയോടെ അവർക്കൊരു പ്രത്യേക അധികാരം ലഭിച്ചു. പൂർണ്ണമായി സ്വർണത്തിന്റെ പിൻബലമില്ലെങ്കിലും തങ്ങൾക്ക് പേപ്പർ മണി വിപണിയിൽ ഇറക്കാം. ഒരു വ്യക്തി ചെയ്തപ്പോൾ അത് തട്ടിപ്പായിരുന്നെങ്കിൽ ഭരണകൂടത്തിന്റെ മുദ്രയോടെ ബാങ്ക് അത് ചെയ്തപ്പോൾ അതൊരു ഒഫീഷ്യൽ സിസ്റ്റമായി മാറി. ഇതിൽ നിന്നാണ് ഇന്നത്തെ ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഫിനാൻഷ്യൽ സ്ട്രക്ചർ രൂപപ്പെടുന്നത്. ഇന്ന് അതിനെ വിളിക്കുന്നത് ഫ്രാക്ഷണൽ റിസർവ് ബാങ്കിംഗ് എന്നാണ്. നമ്മൾ ബാങ്കിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ ബാങ്ക് അത് മുഴുവൻ അവിടെ കരുതി വെക്കില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ റിസർവുകൾ കയ്യിൽ വെച്ച് ബാക്കി തുക മുഴുവൻ മറ്റൊരാൾക്ക് വായ്പയായി നൽകും. ആ വായ്പ കിട്ടുന്നയാൾ അത് മറ്റൊരു ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ ബാങ്ക് അതിന്റെ ഒരു വിഹിതം വെച്ച് വീണ്ടും ലോൺ നൽകുന്നു. അങ്ങനെ നിങ്ങളുടെ 1 ലക്ഷം രൂപ ബാങ്കിൽ സിസ്റ്റത്തിലൂടെ പല മടങ്ങായി പെരുകുന്നു. വായുവിൽ നിന്ന് പണം പെരുപ്പിക്കുന്ന സ്വർണ്ണപ്പണിക്കാരന്റെ അതേ പഴയ വിദ്യ തന്നെ. ഒരാൾ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ബാങ്കിൽ നിന്ന് 50 ലക്ഷം രൂപ ലോൺ എടുക്കുന്നു എന്ന് കരുതുക. നൗദുബില്ല. ആ നിമിഷം ബാങ്ക് മറ്റാരുടെയും അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് നിങ്ങൾക്ക് തരികയല്ല ചെയ്യുന്നത്. പകരം ബാങ്ക് അവരുടെ സിസ്റ്റത്തിൽ 50 ലക്ഷം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ആ നിമിഷം ഒരു പുതിയ അക്കൗണ്ടിംഗ് എൻട്രി ജനിക്കുകയാണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ബാങ്ക് നൽകിയത് ഒരു ഡിജിറ്റൽ അക്കം മാത്രമാണ്. പക്ഷേ നിങ്ങൾ തിരികെ നൽകേണ്ടത് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ യഥാർത്ഥ പണവും അതിന്റെ പലിശയുമാണ്. ഈ പലിശ അധിഷ്ഠിത വ്യവസ്ഥ മനുഷ്യന്റെ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ 3 പ്രധാന യാഥാർത്ഥ്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, നമ്മൾ പലിശാധിഷ്ഠിത കടങ്ങളുടെ ആ കടുത്ത അപകടം തിരിച്ചറിഞ്ഞേ തീരൂ. സഹോദര, ബാങ്കുകൾ വായുവിൽ നിന്ന് വെറുതെ സൃഷ്ടിച്ച ആ ഇല്ലാത്ത പണത്തിനാണ് നമ്മൾ മരുഭൂമിയിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ യഥാർത്ഥ പണം പലിശയായി കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ബിസിനസ്സുകളിൽ നിന്ന് ഇത്തരം പലിശ വായ്പകളെ നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കണം. രണ്ടാമത്, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കാണുന്ന ആ വലിയ അക്കങ്ങളുണ്ടല്ലോ, അത് വെറുമൊരു ഡിജിറ്റൽ വാഗ്ദാനം മാത്രമാണ്. യഥാർത്ഥ സമ്പത്ത് എപ്പോഴും ആ ബാങ്കിന് പുറത്താണ്. അതായത് നിങ്ങളുടെ സ്വന്തം ബിസിനസ്, നിങ്ങളുടെ സ്വന്തം ഭൂമി, നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം എന്നിവയൊക്കെ പോലെയുള്ള യഥാർത്ഥ ആസ്തികളിൽ, റിയൽ അസറ്റുകളിൽ മാത്രമാണ് നിങ്ങളുടെ അധ്വാനം സുരക്ഷിതമായിരിക്കുന്നത്. ഇതിലൊക്കെയാണ് എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്, ഇതിന്റെ അർത്ഥം നമ്മുടെ സമ്പാദ്യം മുഴുവൻ ബാങ്ക് അക്കൗണ്ടിലെ വെറും അക്കൗണ്ടുകളായി മാത്രം ഒരിക്കലും സൂക്ഷിക്കരുത് എന്നാണ്. അതിനെ കൃത്യമായി ഡൈവേഴ്സിഫൈ ചെയ്യണം. മൂല്യമുള്ള വളരുന്ന യഥാർത്ഥ ബിസിനസ് ആസ്തികളിലേക്ക് ഈ പണത്തെ നമ്മൾ മാറ്റിയെടുക്കണം. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ പേപ്പർ മണിക്ക് സ്വർണവുമായി അല്പമെങ്കിലും ബന്ധമുണ്ടായിരുന്നു. എന്നാൽ 1971 അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആ ബന്ധം കൂടി പൂർണ്ണമായി അവസാനിപ്പിച്ചു. അതോടെ പണം എന്നത് വെറുമൊരു വിശ്വാസം മാത്രമായി മാറി. ചരിത്രത്തിൽ ഇതിനെ നിക്സൺ ഷോക്ക് എന്ന് വിളിക്കുന്നു. ഇതെങ്ങനെയാണ് നിങ്ങളുടെ NRE ബാലൻസിനെ ഇന്നും ബാധിക്കുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം.